ബിഗ് ബോസ് ഹൗസിൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ആദിലയും നൂറയും അനുമോളും രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഹൗസിൽ വെച്ച് ഒരുമിച്ച് പട്ടായ ട്രിപ്പ് വരെ പ്ലാൻ ചെയ്തവരായിരുന്നു മൂന്നുപേരും. പക്ഷേ ഷോയുടെ അവസാന ദിനങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളുമാണ് അനുവുമായുള്ള ആദിലയുടെയും നൂറയുടെയും സൗഹൃദം തകർത്തത്. സഹമത്സരാർത്ഥികളായിരുന്ന മറ്റെല്ലാവരുമായും ആദിലയും നൂറയും സൗഹൃദം പുലർത്തുന്നുണ്ട്. ഇപ്പോഴിതാ ആദിലയെയും നൂറയെയും കുറിച്ച് അനുമോൾ അടുത്തിടെ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കൊടുത്ത സ്നേഹം തനിക്ക് തിരിച്ചു കിട്ടിയില്ലെന്ന് അനുമോൾ പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ ആ വീട്ടിൽ ജീവിക്കുകയായിരുന്നു. എന്റെ ക്യാരക്ടറാണ് ഞാൻ അവിടെ കാണിച്ചത്. അല്ലാതെ ആരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരുടെയും അടുത്ത് ഒരുപോലെയാണ് നിന്നത്. എനിക്കുള്ള ഒരു നെഗറ്റീവ് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ സോറി പറയാൻ പോകാതെ എന്റെ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കാറുണ്ട്. തുടക്കത്തിൽ ശൈത്യയുമായിട്ടായിരുന്നു ഞാൻ കൂടുതൽ കമ്പനി. അതിനുശേഷമാണ് നൂറയുമായും ആദിലയുമായും സൗഹൃദത്തിലാകുന്നത്. ഞാൻ കൊടുത്ത സ്നേഹം എനിക്ക് പക്ഷെ തിരിച്ചു കിട്ടിയില്ലെന്ന് പിന്നീട് മനസ്സിലായി. എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് അവരുടെ അടുത്ത് ഇഷ്ടം മാത്രമാണ്. പുറത്തെന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഹൗസിലിരുന്നാൽ അറിയാൻ കഴിയില്ല. ആരും പറഞ്ഞു തരാനുമില്ല. ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ പുറത്ത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചോദിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ആരും ഒന്നും പറഞ്ഞു തരില്ല. ആർക്കൊക്കെയാണ് പോസിറ്റീവ് ആർക്കൊക്കെയാണ് നെഗറ്റീവ് എന്ന് എന്നോട് ചിലർ പറഞ്ഞിരുന്നു. പ്ലാച്ചിയുടെ കാര്യത്തിലും കരയുന്ന കാര്യത്തിലും എനിക്ക് നെഗറ്റീവാണ് അവർ പറഞ്ഞിരുന്നത്. എനിക്ക് പക്ഷേ ഒന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല. കരച്ചിൽ വന്നാൽ ഞാൻ കഴിയും. ഒരു എവിക്ഷൻ എപ്പിസോഡിന്റെ സമയത്താണ് നൂറയും ആദിലയും അവരുടെ നമ്പർ എനിക്ക് എഴുതി തന്നതും ഞാൻ എന്റെ നമ്പർ അവർക്ക് എഴുതി കൊടുത്തതും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചു പേരുണ്ടല്ലോ, അവരുടെ പിന്തുണ കിട്ടാൻ എന്റെ ചേച്ചിയെ വിളിക്കൂ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ നമ്പർ എഴുതി കൊടുത്തത്. എനിക്ക് ഹൗസിലേക്ക് ചില സാധനങ്ങൾ വേണമായിരുന്നു. അത് അയച്ചു തരാൻ ചേച്ചിയോട് പറയാനും അവരെ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിരുന്നു. ഞാൻ ആരെയും കരിവാരി പൂശണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ഒരാൾ നശിക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ ലഭിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയില്ല. പിന്നെ എന്തിന് ആദില PR-ന്റെ നമ്പറാണ് തന്നതെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിഗ് ബോസിലേക്ക് ക്ഷണം വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നാണ്. കാരണം ഞാൻ കരഞ്ഞു പിഴിയുന്ന ഒരാളാണ് എന്നാണ്. അത് കേട്ടപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി അനുവിനെ പോലെ ഒരാളാണ് വേണ്ടത് എന്നാണ്. കാരണം കരയുന്ന ഒരാളെയാണ് വേണ്ടതത്രേ. കരയാൻ വേണ്ടിയാണോ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അനു ഫണ്ണായിട്ടുള്ള ആളല്ലേ എന്നായിരുന്നു മറുപടി. ശേഷം വീട്ടുകാരോട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. സുഹൃത്തുക്കളോടും ചോദിച്ചു. മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളോടും ചോദിച്ചു. എല്ലാവരും പോകാനാണ് പറഞ്ഞത്. വീട്ടുകാർ പക്ഷേ തടഞ്ഞിരുന്നു. നെഗറ്റീവ് വരുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ കുറെ ആലോചിച്ചു. എന്റെ സമയം നോക്കി. നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബിഗ് ബോസിൽ പോയതെന്നും അനുമോൾ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.